നമ്മൾ ചെയ്ത എക്സസൈസിൻ്റെ എല്ലാം റിക്കവറിയാണ് കൂൾ ഡൗൺ. ഓക്കെ, നമ്മൾ എപ്പോഴും ഫുട്ബോളേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൈനാമിക് സ്ട്രെച്ചിങ്ങിലൂടെ ആയിരിക്കും. അത് കഴിഞ്ഞാൽ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ്ങിലൂടെയായിരിക്കും നമ്മൾ കൂൾ ഡൗൺ ചെയ്യാം. ഓക്കെ, കൂൾ ഡൗൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല വൃത്തിയായിട്ട് എല്ലാ മസിൽ ഗ്രൂപ്പിലും നമ്മൾ എൻഗേജ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ, വി സ്റ്റാർട്ട് ടുഗദർ. ഓക്കെ, let's go. Start, stretch, put the legs straight, stretch. Here. Okay guys, switch. Upper body straight ആയിരിക്കണം, stretch ചെയ്യാം. Switch. Okay guys, just lay down. Okay, bring your right leg forward, stretch. Kuttumaraka, stretch here. Switch. Okay, now watch. Stretch your hamstrings. Stretch. Put in the arm. Switch. Okay. ശ്രദ്ധിക്കുക, ഒരു കാലിന് മുകളിൽ പൊക്കി വയ്ക്കുക, മറ്റേ കാല് പൊന്തിക്കുക, കൈയിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ട് കറക്റ്റ് സ്ട്രെച്ച് ചെയ്യുക. പോട്ടെ, സ്ട്രെച്ച് ചെയ്യുക കറക്റ്റായിട്ട്. പോട്ടെ, സ്വിച്ച്. Okay guys, let's go on your stomach. തിരിഞ്ഞെടുക്കുക, എന്നെ ഫേസ് ചെയ്യുക എല്ലാവരും, ഫേസ് ചെയ്യുക. Okay, let's go stretch. Go down, stretch. Go and sit on your ankles. Head. Push here. Okay guys, bring your right leg forward, stretch. Switch. Okay guys, switch your groins, stretch. Get upper body straight again. Switch. Okay guys, let's go stretch your calf. Switch. Right leg forward, stretch. Switch. Again, bring it back, stretch. Push here, elbow and push here. So guys, just relax. Stretch your upper body, stretch. Stretch. Switch. Stretch. Stretch. Okay guys, well then guys, let's go, come close.
ഈസി അല്ലേ? എനിക്ക് നമ്മൾ ഫുട്ബോളേഴ്സ് നല്ല ഫിറ്റ്നസ് ഉണ്ടായിരിക്കാം, നമുക്ക് ടാലന്റ് ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ ഫിറ്റ്നസ് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ നമുക്ക് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഗെയിംസൊക്കെ നമുക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളെ ഭക്ഷണം, നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുക, ഓക്കെ, നന്നായി വെള്ളം കുടിക്കുക, ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പറ്റി കഴിഞ്ഞാൽ ഞങ്ങൾ യങ്സ്റ്റേഴ്സാണ്, നല്ല ഒരുപാട് നിങ്ങൾക്ക് എല്ലാവരും നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്തിപ്പെടും. അല്ലാണ്ട് ഷോർട്ട് കട്ടില്ല ഫുട്ബോളിൽ, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അത് 100% നമ്മൾ കൊടുക്കുക എല്ലാവർക്കും. പിന്നെ മെയിനായിട്ടുള്ള കാര്യം തന്നെ നല്ല ഉറക്കം, മനസ്സിലായി? നമ്മളെല്ലാവരും നന്നായിട്ട് ഉറങ്ങണം. അതായത് മിനിമം നമ്മളെ റിക്കവറി ഉണ്ടാവണമെങ്കിൽ ഒരു 8 hours എങ്കിലും നല്ല ഉറക്കം ഉണ്ടായിരിക്കണം. നമ്മൾ എത്ര എക്സസൈസ് ചെയ്താലും എത്ര വർക്കൗട്ട് ചെയ്താലും നമ്മൾ നല്ല ഉറക്കമില്ലെങ്കിൽ നമ്മളെ ബോഡി ഒരിക്കലും റിക്കവർ ആവില്ല. ഓക്കെ, അതുപോലെ നിങ്ങളിപ്പോൾ ഏത് കളിക്ക് പോവുകയാണെങ്കിലും നല്ല വാമപ്പ് ചെയ്യുക. ഇഞ്ചറി വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് വാമപ്പ് ചെയ്യില്ല, നമ്മൾ ഡയറക്റ്റ് പോയി കളിക്കും. അത് നമ്മൾ അങ്ങനെയാണ് നമ്മൾ ശീലിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് പോയി കളിക്കും, നമുക്ക് ഇഞ്ചറി വരും, പിന്നെ അത് റിക്കവർ ചെയ്ത് വീണ്ടും കളിക്കും. നമ്മൾ ഒരിക്കലും അതിനെ സ്ട്രെങ്തൻ ചെയ്യില്ല. അപ്പോൾ പരമാവധി നല്ലപോലെ വാമപ്പ് ചെയ്യുക. ഉപയോഗിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു കോച്ചാണ്, ആൾ പറയണ പോലെ നന്നായി കേൾക്കുക, ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങളെല്ലാവരും നിങ്ങൾ കളിക്കാൻ ഫുട്ബോൾ ഒരിക്കലും ഈസി ഗെയിമല്ല. നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് എന്തായാലും നമുക്ക് റിസൾട്ട് ഉണ്ട്. ഒരു ഇത് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഇതാവാൻ പാടില്ല. നമ്മൾ അതിനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഹാർഡ് വർക്കാണ് എപ്പോഴും ഇത്. എല്ലാവരും ലക്ക് അത് പറയും, പക്ഷെ ഐ ബിലീവ് ഇൻ ഹാർഡ് വർക്ക്. ഓക്കെ, അപ്പോൾ വന്നതിൽ എല്ലാവരും കണ്ടതിൽ സന്തോഷം. താങ്ക് യു. ഇന്നത്തെ പ്രത്യേകിച്ച് പറയാനുള്ള ഇത്ര തന്നെ ഉള്ളൂ. അതായത് ഒരു ഫുട്ബോളേഴ്സിന് മാത്രമല്ല, ഇതൊരു അത്ലറ്റ് എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ ട്രെയിനിങ് വന്നിട്ടുള്ളത്. അതായത് നമുക്ക് ഈ വർക്കൗട്ടിലൂടെ ഒന്ന് നമുക്ക് സ്ട്രെങ്ത് ആൻഡ് എനർജി, അതേപോലെ കളിക്കാനുള്ള ഇമ്പ്രൂവ്മെൻറ്റ് മാത്രമല്ല, നമ്മൾ മെൻ്റലി കൂടി ഫിറ്റ് ആകുന്നു. നമ്മൾ ബോഡി ഫിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ മെൻ്റലി ഫിറ്റ് ആവും. മെൻ്റലി ഫിറ്റ് ആയി കഴിഞ്ഞാൽ ബാക്കി രജിത്ത് പറഞ്ഞ പോലെ ഉറക്കം മറ്റു കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് വരുന്നതാണ്. കാരണം മനസ്സിന് ഒരിതില്ലെങ്കിൽ ബാക്കി നമ്മൾ എന്ത് ചെയ്താലും കാര്യമില്ല. അപ്പോൾ അതിനെ മനസ്സ് നമ്മൾ ശാന്തപ്പെടുത്തി എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യം വേണമെന്ന് അറിയാം. ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ രജിത്ത് പറഞ്ഞ ഷോർട്ട് കട്ട് ഇല്ലാണ്ട് വർക്കൗട്ട് ചെയ്യുക, പിന്നെ ഡെഡിക്കേറ്റ് ചെയ്യുക. ഡെഡിക്കേഷൻ എല്ലാത്തിനും ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ട റിസൾട്ട് നമ്മൾ തേടി എത്തുന്നതാണ്. വെയിറ്റ് ട്രെയിനിങ് നല്ല പതുക്കെ, ചെറിയ റെസിസ്റ്റൻറ്റ് ബാൻഡിൽ നല്ല ലെഗ് എക്സ്റ്റൻഷൻ, അതുപോലെ നിങ്ങളെ ഗ്ലൂറ്റിയസ്, ഇവിടെ ഹിപ്പ് ഫ്ലെക്സേഴ്സും കോർ സ്ട്രെങ്ത് ഒക്കെ നല്ല ഇമ്പ്രൂവ് ചെയ്യുന്നു. പിന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഹാംസ്ട്രിങ്ങും കോർട്ടിസെപ്സിനൊക്കെ സ്ട്രെങ്ത് ആക്കുന്നുണ്ട്. ഓടിച്ച് നല്ലപോലെ വർക്കൗട്ട് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക, റിക്കവർ ചെയ്യുക ഫാസ്റ്റ്. നന്നായി ഫിസിയോ എന്തെങ്കിലും ചെയ്തിട്ട് കറക്റ്റായിട്ട് അതിന് വേദന ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള ഇതിൽ ചെയ്യണം. അപ്പോൾ അത് ആദ്യം ഫിസിയോ ചെയ്തിട്ട് റിക്കവർ ചെയ്തിട്ട് എന്നിട്ട് സ്ട്രെങ്തൻ ചെയ്യും. അപ്പോൾ അത് പെട്ടെന്ന് റിക്കവർ സ്ട്രെങ്തൻ കോർട്ടിസെപ്സ് ഒക്കെ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ പെയിന് കുറവുണ്ട്. വർക്കൗട്ട് ചെയ്യുമ്പോൾ അങ്ങനത്തെ വർക്കൗട്ട് ചെയ്യുക, ഫാറ്റ് ഒന്നും ഇല്ല അതിൽ. ആര് പറഞ്ഞ ഫിസിയോ നല്ല വർക്കൗട്ട് ചെയ്യുക, സ്ട്രെങ്ത് ചെയ്തിട്ട് സ്കോട്ട്